Hello guys, welcome back to my YouTube channel. Good morning and happy ഓണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം നേരുന്നു. അപ്പോൾ നമ്മൾ 12th ഓണം സെലിബ്രേഷൻ നമ്മുടെ സ്കൂളിൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോകാൻ ഒരുങ്ങിയതാണ് രാവിലെ തന്നെ. അപ്പോൾ അവിടെ ഒരു 8:30 9 ആകുമ്പോഴേക്കും പൂക്കളൊക്കെ റെഡിയാക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ലേറ്റായിട്ടാണ് പോയത്. കാരണം എനിക്ക് വീട്ടിലെ കുറേ കാര്യങ്ങൾ കഴിയുമ്പോഴേക്കും ഒത്തിരി ലേറ്റാവും. അപ്പോൾ കണ്ണനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കണ്ണൻ ഒരു പിങ്ക് കളർ ഷർട്ടും ഒരു കുഞ്ഞു മുണ്ടൊക്കെ കൊടുത്ത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ധാവണിയാണ് എടുത്തത്. ഇത് ആക്ച്വലി പുതിയതൊന്നുമല്ല കേട്ടോ, പഴയ തന്നെയാണ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ധാവണിയാണ്. ഞാൻ സ്പെഷ്യലായിട്ട് മേടിച്ചത് ഒരു ജുംക്ക മേടിച്ചായിരുന്നു. പിന്നെ ഒരു കട്ടുള്ളൊരു ബാങ്കിൾ, ഒരു ആൻറ്റിക് മോഡലായിട്ടുള്ള അങ്ങനെ ഒരു ഷെയ്ഡിലുള്ള ഒരു ബാങ്കിൾ സിംഗിളായിട്ടുള്ളതാണ് വാങ്ങിച്ചത്. പിന്നെ ഹെയർ സ്റ്റൈൽ വളരെ സിമ്പിളായിട്ടൊരു ഹെയർ സ്റ്റൈലും ചെയ്തിട്ടുണ്ട്. ഞാൻ കോമൺ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് എന്നും ചെയ്യൽ, ഒരു മാറ്റവും ഉണ്ടാവലില്ല. പക്ഷേ ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് ആ സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ പിരിച്ച് കൊണ്ടുപോയിട്ടൊരു ഹെയർ ബ്രൈഡൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നബു വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു റെഡി ആയിട്ട് ഞങ്ങളുടെ വാൻ വരാൻ വേണ്ടിയിട്ട്. നബു അതിനിടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എന്നത്തെ പോലെ തന്നെ ഒരു 8:30 ആയപ്പോഴേക്ക് നമ്മളുടെ സ്കൂൾ വാൻ വന്നു. പിന്നെ നമ്മൾ സ്കൂൾ വാനിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ണന് കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എന്തിട്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അവൻ ഓക്കെ ആയി. ഞാൻ പറഞ്ഞു സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും കുറേ കുട്ടികൾ ഇതുപോലുള്ള വേഷത്തിൽ വരും, നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളിത്തിരി ഓക്കെ. പിന്നെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പെർഫെക്റ്റ് ആയിട്ട് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ കുറച്ച് ജാടയൊക്കെ ഇളക്കി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ കുട്ടികളെല്ലാവരും നമ്മുടെ വാനിൽ വരുന്ന കുട്ടികളെല്ലാം ആണ് ഈ കാണുന്നതൊക്കെ. അപ്പം നമ്മൾ നല്ല ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൻ്റെ ഇരിപ്പുണ്ടല്ലേ, കണ്ണൻ പിന്നെ ഓക്കെ ആയി. ഇതാണ് നമ്മുടെ സ്കൂൾ. അപ്പോൾ സ്കൂളിലേക്ക് എത്തി. പിന്നെ ബാക്കി കാര്യങ്ങൾ സ്കൂളിൽ എത്തി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ നമ്മുടെ സ്കൂളിലെ പൂക്കളം റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂക്കളം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കുന്ന തിരക്കായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ഒന്നും വ്ളോഗ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കിട്ടിയ ചാൻസ് ഒരു ഇടയ്ക്കൊക്കെ കുറച്ചൊക്കെ വീഡിയോ എടുത്താലേ ഉള്ളൂ. പിന്നെ നമ്മളുടെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ വരുന്ന ഒഫീഷ്യൽ ഗ്രൂപ്പിലൊക്കെ വരുന്ന ഒരു വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിയിൽ കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ആ മണമില്ലാത്ത മുല്ലപ്പൂവില്ലേ, അതൊരു ചെറിയ കഷ്ണം വാങ്ങിച്ചത് ഞാൻ 2 ആക്കി വേറൊരു ടീച്ചറിനും കൂടി കൊടുത്തായിരുന്നു. കുറച്ച് ഞാൻ വെച്ചേട്ടാ. അപ്പോൾ ഓണായിട്ട് നമ്മൾ പൂവൊക്കെ ചൂടില്ലെങ്കിൽ എന്തല്ലേ, അങ്ങനെ ഒരു ചെറിയ കഷ്ണം പൂവെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തി കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പരിപാടികൾക്കുള്ള ഓരോ തിരക്കുകളായിട്ടാണ്. ചട്ടി പൊട്ടിക്കലും സുന്ദരിക്ക് പൊട്ട് തൊടലും പിന്നെ മ്യൂസിക് ചെയർ, ലെമൺ ആൻഡ് സ്പൂൺ, അങ്ങനെയുള്ള കുഞ്ഞു ഗെയിമുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്കും. പിന്നെ അവർക്ക് പ്രൈസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും നല്ല സന്തോഷത്തോടു കൂടി ചാടിക്കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. നമ്മൾക്ക് ഈ വർഷം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഒരുപാട് വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ വയനാട് ദുരന്തം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര, ഓർക്കാൻ പോലും നമുക്ക് സാധിക്കാത്ത പോലത്തെ ഒരു ദുരന്തം തന്നെയാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് മനസ്സിലുണ്ട് എല്ലാ ദുഃഖങ്ങളും, എല്ലാവരും നമ്മൾ ഓർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ചെറിയൊരു ആഘോഷം പോലെ നമ്മൾ ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാനുള്ളൊരു മാനസികമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. എങ്കിലും നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി, നമ്മളുടെ വിഷമങ്ങൾ മറക്കാൻ ഇതേ നമുക്കൊരു അവസരങ്ങളുള്ളൂ അല്ലേ, അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ പൂക്കളത്തിലൊക്കെ വയനാടിനെ സ്മരിച്ചുകൊണ്ടൊരു ഇതൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഒരു പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബോട്ടിലിൽ വാട്ടർ ഫില്ല് ചെയ്യുന്ന, ഒരു കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്പോഞ്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് കുപ്പിയിൽ നിറയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ആ സൈഡിൽ ചട്ടി പൊട്ടിക്കൽ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ കൊച്ചു കുട്ടികൾക്കുള്ള മ്യൂസിക് ചെയർ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പല പ്രോഗ്രാംസും അങ്ങനെ ഗെയിംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ വീഡിയോ എനിക്ക് ലൈവായിട്ട് എടുത്തിടണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. അതായത് വോയിസ് ഓവറൊന്നും ചെയ്യാതെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ ഇതിൽ കംപ്ലീറ്റ്ലി മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു, കുറേ മ്യൂസിക്കും ബാൻഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാനതെല്ലാം മ്യൂട്ട് ചെയ്തത്. അങ്ങനെ ഞാനാണെങ്കിൽ കുറച്ച് ഓരോരുത്തൊന്നും പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ വന്നപ്പോൾ കണ്ണൻ്റെ ക്ലാസ്സിലെ മ്യൂസിക് ചെയർ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് നേരം വീഡിയോ എടുത്ത്, കണ്ണൻ ഓടുന്നുണ്ടല്ലേ പിങ്ക് ഷർട്ടും വൈറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട്, അവൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണത്, അവൻ്റെ ടീച്ചറാണ് അവിടെ നിൽക്കുന്നത്.
പിന്നെ ആ സൈഡിലുള്ളതെല്ലാം KG ടീച്ചേഴ്സാണ് കേട്ടോ, കണ്ണൻ്റെ ടീച്ചേഴ്സാണ്. അപ്പോൾ ഞാൻ കണ്ണന് നല്ല ശ്രീഹരി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നല്ല ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ മുൻകൊടുത്തതിൻ്റെ പേരിൽ അധികം സ്പീഡിലൊന്നും ഓടാൻ പറ്റുന്നില്ല. നല്ല രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട് കൊച്ചു കുട്ടികളുടെ കളി. അങ്ങനെ വീണ്ടും കളിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ നല്ല മ്യൂസിക്കും ഭയങ്കര പാട്ടൊക്കെ ആയിരുന്നു. അപ്പം നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാനും കേൾക്കാനൊക്കെ. കണ്ണൻ ഓടുന്നുണ്ട്, എല്ലാ കുട്ടികളും അതേപോലെ ഓടുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇരുന്ന് ലാസ്റ്റ് 1-2 റൗണ്ട് ആയപ്പോഴേക്കും കണ്ണൻ ഔട്ടായിട്ടോ. ഒരു 5 പേരിൽ ഔട്ടായിപ്പോയെന്ന് തോന്നുന്നു. ചെയർ പെട്ടെന്ന് കുട്ടികൾക്ക് കാണാൻ പറ്റുന്നില്ല, കൺഫ്യൂഷൻ എവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും റൗണ്ട് അടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ കണ്ണൻ്റെ ഓട്ടം കണ്ടില്ലേ? കണ്ണൻ മുണ്ടൊക്കെ കൊടുത്തായിരുന്നു. കണ്ണനെ മുണ്ട് ഉടുപ്പിച്ചത് ശരിയായില്ല എന്നാണ് അമ്മ പറഞ്ഞത്. ഞാനാ ഉടുപ്പിച്ച് കൊടുത്തത് കേട്ടോ. അത് സ്റ്റിക്ക് ചെയ്യണതാണ് കേട്ടോ ആ മുണ്ട്. അപ്പോൾ അങ്ങനത്തെ മുണ്ടാവും നല്ല രസമാണ്, കുട്ടികൾക്കൊക്കെ എടുക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ കണ്ണന് അവിടെ സീറ്റ് കിട്ടി. വീണ്ടും ഓട്ടം തുടങ്ങി കുട്ടികൾ സ്പീഡായിട്ട്. പിന്നെ ഒരു 1-2 റൗണ്ട് ആയപ്പോഴേക്കും കണ്ണൻ ഔട്ടായി തോന്നുന്നു. പിന്നെ ഒരു കുട്ടി അതിൽ ജയിച്ചു. ആ ഒരു മഞ്ഞ ഷർട്ടും വൈറ്റ് മുണ്ടും കൊടുത്ത കുട്ടിയാണ് ഫസ്റ്റ് പ്രൈസ് വന്നത് കേട്ടോ. നല്ല രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അടുത്ത ഗെയിം കാണാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പോൾ കണ്ണൻ ഒരു പക്ഷേ വേറൊരു ചെയറിൽ വന്നിരുന്നു, ഒന്നിച്ചിരുന്നു 2 കുട്ടികൾ തമ്മിൽ. പിന്നെ അവന് വേറൊരു ചെയർ ഉണ്ടപ്പോൾ അവൻ ആ ചെയറിലേക്ക് ഓടിപ്പോയി. അതായത് തിരുവോണത്തിൻ്റെ കുറച്ച് ദിവസം മുന്നേ ആയിട്ട് തന്നെ നമ്മളുടെ സ്കൂളുകളിലും ഓരോ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലൊക്കെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ തുടങ്ങിയത് ഓരോ സ്കൂളുകളിലും ഇവിടെ സെലിബ്രേഷൻ ആയിക്കൊണ്ടുണ്ട്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഓണം സെലിബ്രേഷൻ. പിന്നെ നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ അങ്ങനെ ഓണം വലിയ രീതിയിലൊന്നും ഗ്രാൻഡ് ചെയ്യില്ല, ഓണസദ്യ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക്. പിന്നെ പ്രത്യേകിച്ച് ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ കർണാടകയിൽ. പിന്നെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ കോളേജിലൊക്കെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന സമയത്ത് ആ കോളേജിൽ പഠിക്കുന്ന കോളേജിൽ ഭയങ്കരമായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യും. ഒരു കൾച്ചറലായിട്ടുള്ള പരമാവധി എല്ലാ പ്രോഗ്രാമും ആ ഒരു കോളേജിൽ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് കാണുന്നതിന് ഭയങ്കര ഗ്രാൻഡാണ്, ഭയങ്കര രസമാണ്. ഒരു കേരളീയം പരിപാടി, ഓണം, അതുപോലെ തന്നെ ശ്രീലങ്കൻ ഡേ, അങ്ങനെ ഓരോ പരിപാടികളും അവിടെ നടക്കലുണ്ട് കേട്ടോ ഞങ്ങൾ പഠിച്ച കോളേജിൽ. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ശരിക്കും ഓണം ആഘോഷിച്ചെന്ന് വേണം പറയാൻ. വലിയ പൂക്കളമൊക്കെ ഇട്ടിട്ടുള്ള ഓണം സെലിബ്രേഷൻ ആയിരുന്നു. ഇത് കണ്ടില്ല, ആ ഒരു കുട്ടിയായിരുന്നു കേട്ടോ അതിൽ ജയിച്ചത് മ്യൂസിക് ചെയറിൽ. ഇത് വാട്ടർ ഫില്ലിംഗ് ആണ്, കുട്ടികളൊക്കെ ഓടിക്കളിക്കലും. പിന്നെ അവസാനമായിട്ട് കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, തുള്ളിച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചട്ടി പൊട്ടിക്കലാണ്. അങ്ങനെ ഒരേ കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് കുട്ടികളൊക്കെ തുള്ളി കളിക്കുന്നുണ്ടപ്പോൾ കൂട്ടത്തിൽ നമുക്കും കളിക്കാനൊരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ഞങ്ങൾ 2-3 ടീച്ചേഴ്സുമാർ ചേർന്നിട്ട് കുറച്ചും കൂടി ഡാൻസ് കളിച്ചു. പിന്നെ അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ ഡാൻസ് കുറച്ച് കളിച്ചത്. അതിനിടയിൽ ടീച്ചേഴ്സുമാരുടെ ഒരു തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു.
കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണത്തിനുള്ള സമയമായിട്ടോ, സദ്യ വിളമ്പാനായിട്ടുള്ള സമയമായി. അങ്ങനെ നമ്മൾ കൊച്ചു കുട്ടികൾക്കാണ് ആദ്യം ഫുഡ് വിളമ്പിയത്. ഇത് KG സെക്ഷനിലെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അതേ കണ്ണ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കുട്ടികളും സ്വയമായിട്ട് തന്നെ ചോറ് വാരി കഴിച്ച ഒരു ദിനമുണ്ട്. കാരണം സ്വന്തമായിട്ട് കഴിക്കാൻ അറിയുന്ന കുട്ടികൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ചോറും ഒത്തിരി കറികളൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കുമ്പോൾ കഴിക്കാൻ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന കൊച്ചു മക്കളാണ്. അപ്പോൾ കണ്ണനാണെങ്കിൽ എനിക്ക് അതിശയം തോന്നി. കണ്ണൻ സ്വന്തമായിട്ട് ചോറിരുന്ന് വാരി കഴിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലാണെങ്കിൽ അവന് വാരി കൊടുക്കണം, അമ്മമ്മയോ അല്ലെങ്കിൽ ഞാനോ വാരിത്തരാൻ പറയും. പക്ഷെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോഴും അവൻ സ്വന്തമായിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഓണസദ്യ വിളമ്പിയപ്പോഴും അവൻ സ്വന്തമായിട്ടിരുന്ന് ഭയങ്കരമായിട്ട് ഇന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, സീരിയസ് ആയിട്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വാരി കൊടുക്കാൻ നോക്കുമ്പോഴേക്കും അവനതിന് ഭയങ്കര മടിയായിരുന്നു. വേണ്ട, ഞാൻ സ്വന്തമായിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വാരി തിന്നാനായിട്ട് ഞാൻ കൊടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ സ്വന്തമായിട്ട് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, ഇത് അതുപോലെ സ്കൂളിൽ വെച്ച് തിന്ന പോലെ തന്നെ ഇവിടെയും കഴിക്കണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അത് നടന്നില്ല, അത് വെറുതെ ആയിരുന്നു അവിടെ മാത്രം. പക്ഷേ എന്താണെന്നറിയില്ല, എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ ചെക്കനങ്ങട് കഴിച്ചേക്കാമെന്ന് തോന്നിയതായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ സദ്യ ഉണ്ണാൻ തുടങ്ങി. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റാൻഡേർഡ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള കുട്ടികൾക്ക് സദ്യ. ലാസ്റ്റായിരുന്നു ടീച്ചേഴ്സ്മാർക്ക് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ രണ്ട് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇരിപ്പുണ്ട്. ഇത് ഷിഫാന എന്ന് പറഞ്ഞൊരു മോളാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. അത് മറ്റേത് ഒരു ഇലഫ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ കുഞ്ഞു മക്കളാണ്. നമ്മളുടെ അടുത്തേക്ക് മിസ്സേ എന്ന് പറഞ്ഞ് ഓടി വരുന്ന കുഞ്ഞു മക്കളാണ് കേട്ടോ. ഇവരൊക്കെയല്ലേ നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ കളിയും ചിരിയൊക്കെ കാണുന്നത് തന്നെ ഒരു വലിയൊരു സന്തോഷമാണ്. അവരുടെ ഒരു മിസ്സേ എന്നുള്ളൊരു വിളി കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ അതിനുശേഷം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ടായിരുന്നു. കളിയിലൊക്കെ ജയിച്ച കുട്ടികൾക്ക് സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക, കുറച്ച് സമയങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വീണ്ടും ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു. കണ്ണനാണെങ്കിൽ മുണ്ട് കൊടുത്തുകൊണ്ട് വെയിലത്ത് ഓടി നടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. അവരോട് വെയിലത്ത് അങ്ങനെ ഓടി നടക്കല്ലേ എന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു ഫ്രീഡം കിട്ടിയ പോലെ വെയിലത്തോടെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്കൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു, പിന്നെ കൂട്ടം കൂടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾ ഒന്നും കൂടി സ്റ്റാഫ് റൂമിൽ വന്ന് നമ്മുടെ ബാഗൊക്കെ എടുത്തിട്ട് താഴോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണതാണ് കേട്ടോ. നല്ലോണം ക്ഷീണമായിട്ടുണ്ടായിരുന്നു, അപ്പോഴേക്കും നല്ലോണം ടയർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പച്ചടി കിച്ചടി അങ്ങനെയുള്ള കുറേ സാധനങ്ങളും ചോറും കറിയും പായസവും എല്ലാം നമ്മൾ വളരെ സന്തോഷത്തോടെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം ക്ഷീണമായിപ്പോയി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളം, നേരത്തെ കാണിച്ച പൂക്കളം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന നേരം നമുക്ക് ഒരു ചെറിയൊരു മീറ്റിംഗ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. മീറ്റിംഗ് അല്ല, ഒരു ചെറിയൊരു മീറ്റിംഗ് പോലെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമ്മൾ നല്ലോണം ടയർഡായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ സൈഡ് ഞാനിപ്പോൾ കാണിച്ചത് നമ്മുടെ സ്കൂളിലെ മ്യൂസിക് ടീച്ചറിൻ്റെ മോനുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഭയങ്കരമായിട്ട് ടയർഡായിട്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ നമ്മൾ ഓഫീസിൽ അവിടെ ഇരിക്കുകയുണ്ട്. എന്നിട്ട് നമ്മൾ വയറ് നിറയെ ഫുഡും കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. ഇതായിരുന്നു നമ്മുടെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ബൈ ബൈ, ടാറ്റാ, സീ യു.